വളരെ സവിശേഷമായ ഒരു അതിഥിയാണ് ഇന്ന് നമുക്കൊപ്പമുള്ളത്. വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ഡയറക്ടർ, പ്രശസ്ത ശാസ്ത്രജ്ഞൻ ഡോക്ടർ കെ ശിവൻ. അദ്ദേഹം 1982 ISROയിൽ ശാസ്ത്രജ്ഞനായി ചേർന്നു. PSLV, ഇന്ത്യയുടെ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLVയുടെ ശില്പികളിലും അതിന്റെ വികസനത്തിലും പ്രധാന പങ്കുവഹിച്ച ഒരാളാണ് ഡോക്ടർ കെ ശിവൻ. അതിനുശേഷം തദ്ദേശീയമായി ക്രയോജനിക് സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുക്കുന്നതിൽ നിർണായക പങ്ക് ഡോക്ടർ കെ ശിവൻ വഹിച്ചിരുന്നു. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. വെൽക്കം സാർ. താങ്ക് യു. ISROയുടെ ഭാഗത്തു നിന്ന് വളരെ നിർണായകമായ ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം എന്ന് ഞാൻ വിചാരിക്കുന്നു. ISROയുടെ ഏറ്റവും റിലയബിളായ റോക്കറ്റ് ലോഞ്ച് വെഹിക്കിൾ PSLV അതിനെ സ്വകാര്യ മേഖലയ്ക്ക് കൂടി ഉപയോഗപ്രദമാകത്തക്ക രീതിയിൽ ഉപയോഗിക്കാൻ ആലോചിക്കുന്നു എന്ന് ഇന്ന് ISRO പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ കൺസോർഷ്യം ISROയുടെ കമേഴ്സ്യൽ വിങ്ങായ ആൻട്രിക്സ് കോർപ്പറേഷനുമായി ചേർന്ന് ഇതിനെ ഉപയോഗിക്കുക എന്നതാണ് ഉദ്ദേശം എന്നും വ്യക്തമാക്കപ്പെടുകയുണ്ടായി. എന്താണ് ഈ പദ്ധതിയുടെ ISROയ്ക്ക് ഈ പദ്ധതി വഴിയുള്ള പ്രയോജനം? അതുവഴി രാജ്യത്തിന് ഇതിലൂടെ ഉണ്ടാകുന്ന പ്രയോജനം അതെന്താ? ഫസ്റ്റ് ഓഫ് ഓൾ, ദിസ് റോക്കറ്റ് ലോഞ്ചിങ് ചെയ്യുന്നത് ഒരു ഭയങ്കര കഷ്ടமான പരിപാടിയാണ്. അതിൻ്റെ ഒരുപാട് കോമ്പണന്റ് ഫാബ്രിക്കേറ്റ് ചെയ്യണം, ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ ആവശ്യമുണ്ട്. അതിൻ്റെ സമയമെടുക്കും. ഇപ്പോൾ ഇത് ISRO ആൾക്കാർ അത് ഇൻവോൾവ് ചെയ്യുമ്പോഴേ നമ്മുടെ ISROയുടെ മെയിൻ കോൺട്രിബ്യൂഷൻ റിസർച്ച്. നമ്മൾ എങ്ങനെ PSLV ഉണ്ടാക്കി എടുക്കുമോ അതേ അങ്ങനെ തന്നെ ഇനി ഫ്യൂച്ചർ എന്തൊക്കെയെല്ലാം ചെയ്യണം, അങ്ങനെയാണ് നമ്മുടെ ഫർദർ എങ്ങനെ നമ്മൾ ഡെവലപ്പ് ചെയ്യണം, ഹൗ ടു യൂസ് ദിസ് ടെക്നോളജി ഫോർ കോമൺ പീപ്പിൾ. അതിന്റെ ഭാഗമായിട്ട് മോർ ആൻഡ് മോർ റിസർച്ച് ചെയ്യാൻ വേണമെങ്കിൽ ഈ വെഹിക്കിൾ നമുക്ക് ഇൻഡസ്ട്രി ചെയ്താലേ പറ്റൂ. കാരണം ഇല്ലെങ്കിൽ ദ കംപ്ലീറ്റ് ISRO എഞ്ചിനീയേഴ്സ് അതിൽ ഫുള്ള് ഇൻവോൾവ് ആകും. പിന്നെ നമ്മുടെ റിസർച്ചിക്ക് ഇതാകും പറ്റില്ല. അതായത് ഈ സാറ്റലൈറ്റ് ലോഞ്ച് വെഹിക്കിളിന്റെ നിർമ്മാണ പ്രക്രിയയിലേക്ക് ശാസ്ത്രജ്ഞന്മാർ ഒതുങ്ങിപ്പോകുമ്പോൾ ഭാവിയിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾക്കോ വിക്ഷേപണങ്ങൾക്കോ വേണ്ടിയിട്ടുള്ള ഗവേഷണ പ്രവർത്തനങ്ങളെ അത് പരിമിതപ്പെടുത്തും. ആ പരിമിതി ഒഴിവാക്കാൻ കൂടി ഉദ്ദേശിച്ചിട്ടാണ് ഈ നീക്കം. അതുകൊണ്ട് രണ്ടാമത് കാര്യം, നമുക്ക് ഇപ്പോഴത്തെ രീതിയിൽ നമുക്ക് 4 വെഹിക്കിളെ നമുക്ക് ഒരു വർഷത്തിൽ വിടാൻ പറ്റും PSLV. പക്ഷേ അതിന്റെ സാറ്റലൈറ്റ് റിക്വയർമെന്റ് ജാസ്തിയുണ്ട്. അതേമാതിരി നമുക്ക് ഇപ്പോൾ ഇങ്ങനെ 4 വെഹിക്കിളിന് പറയുന്നത് 6-8 വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രഷർ ജാസ്തിയാകും. ഇതേ ഇൻഡസ്ട്രി ചെയ്തെങ്കിൽ അത് ആൾക്കാർ ജാസ്തിയാവുണ്ട്. അതുകൊണ്ട് അങ്ങനെ ആൾക്കാർ ജോലി കിട്ടും, ഇൻഡസ്ട്രിക്ക് ഒരുപാട് ലാഭം കിട്ടും. ഇങ്ങനെ ഒരുപാട് ഉപയോഗമുണ്ട്. ഇൻഡസ്ട്രിക്കും ഉപയോഗമുണ്ട്, കോമൺ പീപ്പിൾക്കും ഉപയോഗമുണ്ട്, ISROക്കും നമുക്ക് അത് മേലെ റിസർച്ച് ചെയ്യാൻ സമയം കിട്ടും. ഇന്ത്യയുടെ ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കുക എന്നതിനപ്പുറത്തേക്ക് വിക്ഷേപണത്തെ വാണിജ്യവൽക്കരിച്ചുകൊണ്ട് ആണ് ആൻട്രിക്സ് കോർപ്പറേഷൻ രൂപീകരിക്കപ്പെടുന്നത്. ആ രംഗത്തുകൂടി കുറെ കൂടി മുന്നേറാൻ ഒരുപക്ഷെ ഇപ്പോഴത്തെ തീരുമാനം സഹായിച്ചേക്കും. ഡെഫിനറ്റാ. അതാണ് പറയുന്നത്. നമുക്ക് ഇപ്പോൾ നമുക്ക് ഒരുപാട് വെഹിക്കിൾ നമ്മൾ ലോഞ്ച് ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് ഒരുപാട് കമേഴ്ഷ്യൽ ലോഞ്ചസ് വി ക്യാൻ ഹാവ്. ഇനി ഈ അടുത്തിടെ ISRO നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട വിക്ഷേപണങ്ങളിൽ ഒന്ന് നാവിഗേഷൻ സാറ്റലൈറ്റിന്റെ വിക്ഷേപണമായിരുന്നു. അത് എത്രത്തോളം രാജ്യത്തിന് 7 സാറ്റലൈറ്റുകൾ അടങ്ങുന്ന ഒരു പൂളാണ് നാവിഗേഷന് രാജ്യം ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ പുതിയ വിക്ഷേപണത്തോടെ ഏതൊക്കെ മേഖലകളിലേക്ക് രാജ്യത്തിന് മുന്നേറാൻ സാധിക്കും? അതിന്റെ പ്രയോജനം ഏത് വിധത്തിലാണ് നമ്മൾ സാധാരണ ആളുകൾക്ക് ഉപയോഗയോഗ്യമാകുക? ഇതിന്റെ ടെക്നിക്കലാ പറയുന്നെങ്കിൽ ഇത് ഒരു പൊസിഷനിങ് സിസ്റ്റം. അതായത് ഒരു ആർട്ടിക്കിൾ ഇപ്പോൾ അതിൽ ഒരു റിസീവർ വെച്ച് ഒരു ആർട്ടിക്കിൾ എടുക്കുമ്പോഴേ അതിൽ എവിടെ ഇരിക്കുന്നത് അങ്ങനെ ഒരു ലൊക്കേഷൻ കണ്ടുപിടിച്ച് പറയാൻ. ചുരുക്കം പറഞ്ഞാൽ ഇതിന്റെ നമ്മുടെ ദേശീയ GPS USA ഒരു സിസ്റ്റമാകും. இது நம்மட மற்ற கண்ட்ரி டிபெண்ட் செய்யாத நம்ம இந்தியாவுக்காக இந்தியனாவே இண்டிஜினியஸாக உருவாக்கிய ஒரு சாதனம். ഇതിന്റെ 7 സാറ്റലൈറ്റിൽ നമുക്ക് 5 സാറ്റലൈറ്റ് വിട്ടിട്ടുണ്ട്. ഈ 2 സാറ്റലൈറ്റ് മാർച്ചിൽ നമുക്ക് ലോഞ്ച് ചെയ്യുമ്പോൾ അത് ഫുള്ളാ കവർ ചെയ്യും.
ഇതിൻ്റെ ഇത് என்னன்னாக்கா இதில் ஒரு அந்த இந்தியன் ரீஜனல் நேவிகேஷன் சிஸ்டம் மற்ற ஜிபிஎஸ்ன்னு പറയുന്നത് அது குளோபல் பொசிஷனிங் சிஸ்டம். இது நம்ம இந்தியாவுடைய ரீஜன் மாத்திரம் கவர் ചെയ്തതിന് ഒരു സിസ്റ്റമാകും. ഇതിൻ്റെ ഉപയോഗം എന്തെങ്കിലേ ഇത് ഉപയോഗം ഇത് അൺലിമിറ്റഡ്. ഇറ്റ് ക്യാൻ ബി ഇത് എല്ലാ ഇതുക്കും യൂസ് ചെയ്യാം. ഡിസാസ്റ്റർ വാർണിംഗ് ആൻഡ് റെസ്ക്യൂ ഓപ്പറേഷൻസ്. ഇപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യാറുണ്ട്. അതേമാതിരി കമേഴ്ഷ്യൽ അതർ അപ്ലിക്കേഷൻ ഈവൻ ഫോർ ഐഡന്റിഫൈയിങ് ഒരു അൺമാൻഡ് ലെവൽ ക്രോസിംഗ് യു ക്യാൻ യൂസ് ദിസ് വൺ. நம்ம அன்மேன் ലെവൽ ക്രോസിൽ ആൾ ഇരുന്നിട്ട് മറ്റേ ഗേറ്റ് ഓപ്പൺ ചെയ്യണ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഇത് റിസീവറെ നമ്മൾ அந்த ട്രെയിനിൽ ഫിറ്റ് ചെയ്താൽ ആ ലൊക്കേഷൻ കറക്റ്റാக പറഞ്ഞു വെച്ചാൽ ആ ഭാഗത്ത് വരുമ്പോൾ அந்த ஹார்ன் அடிക്കാം. ആൾക്കാർ ഓട്ടോമാറ്റിക്കായി വീട്ടിൽ ഗോവേ. ഇത് മാതിരിയുള്ള ചില ഇതിൻ്റെ ഉപയോഗം നമുക്ക് അൺലിമിറ്റഡ്. ഇതിൻ്റെ ഇത് ഉപയോഗം என்னன்னாக்கா ഇതിൽ ടു ആപ്ലിക്കേഷൻസ്. ഒന്ന് നമ്മുടെ കമേഴ്ഷ്യൽ പർപ്പസ് കോമൺ പീപ്പിൾ യൂസ് ആറുന്നത്. അതാണ് സ്ട്രാറ്റജിക്. ദാറ്റ് ഈസ് ആൾവേസ് ദാറ്റ് double this one. So many things we can tell. ഇപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ ഇപ്പോൾ ഒരു അൺമാൻഡ് ലെവൽ ക്രോസിന്റെ കാര്യം അറിയുകയും ഓണടിക്കുകയും അപകടങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുകയും ചെയ്യുന്നത് പോലെ മറ്റേതൊക്കെ ഏരിയകളിൽ സാധാരണക്കാരായ ആളുകൾക്ക് പ്രയോജനം ചെയ്യാൻ ഈ നാവിഗേഷൻ സാറ്റലൈറ്റുകൾ സഹായിക്കും? നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു ഫിഷർമാൻ നമ്മൾ ഇതിലേക്ക് മീൻ പിടിക്കാൻ കടലിലേക്ക് പോകുന്നു. ഈ സാധനം അത് കൊണ്ടുപോയി അതിന്റെ റിസീവർ അതിൽ ഫിക്സ് ചെയ്തെങ്കിലേ അദ്ദേഹം എവിടെ ഇരിക്കുന്നു നമ്മൾ കണ്ടുപിടിക്കാൻ. ഇൻ കേസ് ഏതെങ്കിലും ഒരു അപകടത്തിൽ ഇതായി പോയാൽ ഈ കനോട്ട് ടെൽ വിളിച്ച് പറയാൻ ടവർ ഇല്ലേ, അത് ഫോൺ ചെയ്ത് പറയാനാ. പക്ഷേ ഇത് ഇങ്ങനെ റിസീവർ എടുക്കുമ്പോൾ സാറ്റലൈറ്റ് മേലെ പറഞ്ഞു കൊടുക്കും ഇദ്ദേഹം ഇവിടെ ഉണ്ട്. സോ ഇത് കറക്റ്റാണ്. ഇറ്റ് വിൽ ഗോ ടു ദ കൺട്രോൾ ലൊക്കേഷൻ. അത് കറക്റ്റാக പറയാം. ഇത് മാതിരി ദറ്റ് ഈസ് നമ്മുടെ നമ്മുടെ ആൾക്കാർ ഇത് വേറെ ഡിസാസ്റ്റർ വാർണിംഗിൽ ഇൻവോൾവ് ചെയ്ത ആൾക്കാർ ഇഫ് ദേ ആർ ഹാവിംഗ് ദ റിസർവ് ലൈക്ക് സം പീപ്പിൾ വിൽ ബി ലൊക്കേറ്റിംഗ് ഇൻ ദ റിമോട്ട് പ്ലേസ്. അപ്പോൾ അവിടെ ദറ്റ് ഈസ് ഇഫ് ദേ ആർ ഗോട്ട് ട്രാപ്ഡ് അപ്പോൾ ദ റെസ്ക്യൂ ചെയ്യാനാ കൊണ്ടുപോകാനാ കറക്റ്റ് ലൊക്കേഷൻ ആയിട്ട് കറക്റ്റ് ലൊക്കേഷൻ മെയിൻ അതിന്റെ ടെക്നിക്കൽ ഇത് ലൊക്കേഷൻ കറക്റ്റ് പറയാനാണ്. അത് ലൊക്കേഷൻ പറയണ കറക്റ്റ് ലൊക്കേഷൻ പറയുമ്പോഴാണ് നമ്മുടെ എല്ലാവിധം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. നമ്മൾ ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, നമ്മുടെ കുറെ നാൾ മുൻപായിട്ട് രാജശേഖർ റെഡ്ഡി ചീഫ് മിനിസ്റ്റർ ആന്ധ്രാപ്രദേശ് അതിൽ മരിച്ചു പോയി. അപ്പോൾ ആൾക്കാർ ചോദിച്ചു എന്തിനാണ് സാറ്റലൈറ്റ് കണ്ടുപിടിക്കാത്തത്? അത് ഞാൻ കണ്ടുപിടിക്കാൻ പറ്റില്ലെങ്കിൽ അതിന്റെ ലൊക്കേഷൻ അറിഞ്ഞൂടാ. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ആ പർട്ടിക്കുലർ ഹെലികോപ്റ്ററിലെ ഈ പർട്ടിക്കുലർ റിസീവ് ചെയ്യുന്നെങ്കിലേ അത് കറക്റ്റ് പറയും ഇത് നടന്ന ഇടം ലൊക്കേഷനാണ്. ഉടനെ ചുരുക്കാൻ കണ്ടുപിടിക്കാം. പിന്നെ ഇപ്പോൾ നമ്മ മലേഷ്യൻ എയർക്രാഫ്റ്റ് എങ്ങനെ ഡിസപ്പിയർ ആയി. അപ്പോൾ അതിൽ ഇത് റിസീവ് ചെയ്യുന്നെങ്കിൽ അതിപ്പോൾ സപ്പോസ് ദ റിസീവർ ഇസ് ഫ്ലോട്ടിംഗ് കറക്റ്റ് നമുക്ക് കണ്ടുപിടിക്കാം എവിടെ സാധനം വന്നിരിക്കുന്നുണ്ട്. സോ ടെക്നിക്കലായിട്ട് ലൊക്കേഷൻ പറയുമ്പോൾ അതിന്റെ ഉപയോഗം ഇങ്ങനെ നമ്മ പലതരപ്പെട്ട എന്ത് കാര്യത്തിലും പറയാൻ നമ്മൾ എടുക്കാൻ